ഇന്ന് നിങ്ങൾക്ക് സുവിശേഷത്തോടെ വെറുപ്പാണ്, ഞങ്ങളെപ്പോൾ ഉപദേശമായുള്ള പരിഹാസമാണ്. ഒരുത്തം പറയുകയാണ്, എടാ ഇവനെങ്ങ് ഒരു പണിയും ഇല്ലയോ, ഒരു സ്വസ്ഥതയും തരുത്തില്ലയോ. എന്റെ പ്രിയപ്പെട്ട, ഇവിടെ വെച്ച് നിങ്ങൾക്ക് സ്വസ്ഥത തരുന്നതിനല്ല പ്രിയപ്പെട്ട, മരിച്ചതിന് ശേഷം നിത്യ നരകാഗ്നിയിലേക്ക് ഒരിക്കലും ഇല്ലാത്ത അസ്വസ്ഥതയിലേക്ക് പോകാതിരിക്കേണ്ടതിനാ ഈ മൈക്കും കെട്ടി പ്രസംഗിക്കുന്നപ്പോൾ നിങ്ങളോടുള്ള സ്നേഹമാണ് സുവിശേഷം. അതുകൊണ്ട് നിന്റെ ഹൃദയകാഠിന്യവും ദഹന ഹൃദയം കൊണ്ട് നിന്റെ രക്ഷകനെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. കണ്ടോ, ആ സ്വർഗത്തിൽ ഇരുന്നവൻ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവന് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് മനുഷ്യരുടെ തുപ്പലേറ്റ് നിനക്ക് വേണ്ടിയിട്ടാണെങ്കിൽ താഴ്മ കണ്ടോ. നീയോ നരകത്തിൽ ജനിച്ചവൻ, നരകത്തിൽ ജീവിക്കുന്നതിന്, എന്നിട്ട് നിന്റെ ഉന്നത ഭാവം കണ്ടോ. ഈ സൂര്യന്റെ വെളിച്ചം, നീ ഇന്ന് ശ്വാസം വലിച്ചതെല്ലാം കർത്താവിന്റെ കരുണയില. എന്നാൽ ആ കർത്താവ് തന്നെ നിനക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തിയെങ്കിൽ എന്തുകൊണ്ട് കുഞ്ഞെ നിനക്കൊന്ന് താഴ്ത്തിക്കൂടാ? ഈ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് വന്ന് പറയാം, കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചുവോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി മരിച്ചവനെ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട, അതിനാണ് മനുഷ്യന് കഴിയാതിരുന്നത്. നിങ്ങൾ പക്ഷേ ഒരുപക്ഷെ പള്ളിക്ക് വേണ്ടിയോ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയോ ലക്ഷങ്ങൾ കൊടുക്കുമായിരിക്കാം, നിങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുമായിരിക്കാം, നോയമ്പൊക്കെ നോക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി മരിച്ചവനെ തിരിച്ച് സ്നേഹിപ്പാൻ നിനക്ക് കഴിയാത്തതാണ് നിന്റെ പാപം. അങ്ങനെയുള്ളവർക്കാണ് ശിക്ഷാപതി. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ആകാശത്തിലും ഭൂമിയിലും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും ഉള്ളവൻ, അവരിതാ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് അമർന്നിരിക്കുന്നു. അവൻ മടങ്ങി വരുവാനുള്ള സമയമായി.